ഹായ് ഓൾ, വെൽക്കം ടു ദി കോച്ചിങ് ഗായ്. ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവാണ്. ആ ഇനിഷ്യേറ്റീവിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പ്രിപ്പറേഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോസ്ട്രോ അക്കൗണ്ടും നോസ്ട്രോ അക്കൗണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്, അല്ലെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് വോസ്ട്രോ ആൻഡ് നോസ്ട്രോ അക്കൗണ്ട്സ് എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്നൊരു ടോപ്പിക്കാണ് വോസ്ട്രോ ആൻഡ് നോസ്ട്രോ അക്കൗണ്ടുകൾ. ഫോർ എക്സാമ്പിൾ, ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിലുള്ള എസ് ജയശങ്കറിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അതിൽ പറയുന്നുണ്ട്, സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട്സ് ആർ റൈറ്റ് നൗ ആൻ എഫക്റ്റീവ് മെക്കാനിസം ഫോർ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് മെക്കാനിസമായി മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ന്യൂസ് ലൈൻ ഹെഡിങ് ആണ് 2-3 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. റഷ്യ ഫണ്ട്സ് ഇൻ ഇന്ത്യൻ റുപ്പി വോസ്ട്രോ അക്കൗണ്ട്സ് ഹാഫ് ആയി വരുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അത് സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷം ഇത് വളരെയധികം ന്യൂസിലുള്ളത് കൊണ്ട് അടുത്തുള്ള എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് UPSC പ്രിലിംസ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് വോസ്ട്രോ എന്താണ് നോസ്ട്രോ അക്കൗണ്ട് എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്താണ് വോസ്ട്രോ നോസ്ട്രോ എന്ന അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്റർനാഷണലി ട്രേഡ് നടത്തുമ്പോൾ എങ്ങനെയാണ് കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കൺട്രി ഇവിടെ 2 രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് റഷ്യ. സോ ഇന്ത്യയിലുള്ള ഒരാൾക്ക്, ഇന്ത്യയിൽ സപ്പോസ് എ എന്ന് പറയുന്ന ഒരാൾക്ക് റഷ്യയിലുള്ള ബി എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, പെട്രോളിയം തന്നെ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കറൻസി അറിയാം, എന്താണ്, റുപ്പിയാണല്ലേ. സോ ഇന്ത്യയിലെ റുപ്പി ആദ്യം ഇയാൾ എന്ത് ചെയ്യണം, ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഡോളർ പിന്നെ എന്തായി മാറും, റഷ്യൻ കറൻസി ആയിട്ടുള്ള റൂബിളായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റഷ്യയിൽ ഒരാൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് റഷ്യയിൽ നിന്ന് ഗുഡ്സ് മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റുപ്പി ആദ്യം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡോളറായിട്ടുള്ള സാധനത്തിനെ വീണ്ടും റൂബിളായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ബീൻ്റെ കയ്യിലേക്ക് പൈസ എത്തുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ട്രേഡ് നടത്തണം എന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ ആവശ്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോളർ ഒരു ഇന്റർനാഷണൽ കറൻസിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഫോർ എക്സാമ്പിൾ 86% ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത് എന്തിലാണ്, ഡോളറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഡോളറിന്റെ ഡിമാൻഡ് വരുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഏതെങ്കിലും യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ US തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള എക്കണോമിക്കൽ സാങ്ഷൻസ്, അതായത് ആ കൺട്രിയുമായിട്ട് ഡോളറിൽ ട്രേഡ് നടത്താൻ പറ്റില്ല എന്ന രീതിയിലൊരു സാങ്ഷൻ ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ സപ്പോസ് ഇവിടെ റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂബിളിൽ നിന്ന് ഡോളറിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡോളർ എന്താക്കാനും പറ്റില്ല, റൂബിൾ ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ ഇന്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യും, അവിടെ വേറെ എന്തെങ്കിലും മെക്കാനിസം കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ട്രേഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെയുള്ള ഡോളർ വെച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ട്രേഡ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. അതായത് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് US-ഉം അതുപോലെ യൂറോപ്യൻ യൂണിയനും എന്ത് ചെയ്തു, റഷ്യയുടെ മുകളിൽ ഒരു എക്കണോമിക്കൽ സാങ്ഷൻ ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായിട്ട് റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡോളറുമായിട്ട് ഇനി അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴാണ് നമ്മൾ വോസ്ട്രോ ആൻഡ് നോസ്ട്രോ അക്കൗണ്ടിലേക്ക് കിടക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2 രാജ്യങ്ങൾ തന്നെ ഇന്ത്യയും റഷ്യയും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ ഇന്ത്യയിലെ ഒരു ബാങ്ക്, SBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ബാങ്കിന്റെ ഈ SBIയുടെ ഒരു അക്കൗണ്ട് റഷ്യയിലുള്ള ഒരു ബാങ്കിൽ തുടങ്ങുന്നു. അതായത് റഷ്യന്റെ ബാങ്കിന്റെ അണ്ടറിൽ SBI എന്ത് ചെയ്യുന്നു, ഒരു അക്കൗണ്ട് എടുക്കുന്നു. നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ, ഇപ്പൊ ഞാൻ പോയി റഷ്യയുടെ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, SBI പോയിട്ട് റഷ്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. ഈ അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസ്ട്രോ അക്കൗണ്ട്. നോസ്ട്രോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ടേമാണ്. ഈ ടേമിന്റെ മീനിങ് എന്ന് പറയുന്നത് അവേഴ്സ് എന്നാണ് ഈ മീനിങ്ങിന്റെ വേർഡിന്റെ മീനിങ്. അവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവർ മണി ഇൻ യുവർ ബാങ്ക്, നമ്മുടെ പൈസ നിങ്ങളുടെ ബാങ്കിലാണുള്ളത്. അവർ മണി ഇൻ യുവർ ബാങ്ക്സ്. സോ SBI പോയിട്ട് റഷ്യയുടെ ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേരാണ്, നമ്മൾ ആ അക്കൗണ്ടിനെ എന്ത് വിളിക്കുന്നു, അതിനെ നമ്മൾ നോസ്ട്രോ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ
റഷ്യൻ ബാങ്ക് വന്നിട്ട് SBI, ഫോർ എക്സാമ്പിൾ SBI എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്, ഇവിടെ ഏത് ബാങ്കും ആവാം, ഓക്കെ. അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ റഷ്യൻ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, ആ അക്കൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ റഷ്യൻ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു വിചാരിക്കുക. റഷ്യൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, ഓക്കെ. ഈ അക്കൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വോസ്ട്രോ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു, ഓക്കെ. ഈ അക്കൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വോസ്ട്രോ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. വോസ്ട്രോ എന്ന് പറയുന്നതും ഇറ്റാലിയൻ വേർഡാണ്. വോസ്ട്രോയുടെ മീനിങ് യുവേഴ്സ് എന്നാണ്, ഓക്കെ. സോ യുവേഴ്സ് എന്നാണ്. സോ ഇതിന്റെ അർത്ഥം എന്താണ്? യുവേഴ്സ് മീൻസ് യുവർ മണി ഇൻ അവർ ബാങ്ക് എന്നാണ് വോസ്ട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൊസ്ട്രോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറ്റാലിയൻ വേർഡാണ്. നൊസ്ട്രോന്റെ മീനിങ് യുവർ മണി ഇൻ അവർ ബാങ്ക്, ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, നേരത്തെ ഞാൻ എയുടെയും ബിയുടെയും ട്രേഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യണം? എക്ക് ബിയിൽ നിന്ന് പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു എക്ക് ബിയിലേക്ക് പെട്രോൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം റുപ്പിയിൽ നിന്ന് ഇത് എന്തിലേക്ക് മാറ്റുമായിരുന്നു? ഡോളറിലേക്ക് മാറ്റും. അത് പിന്നെ എന്തിലേക്ക് മാറ്റണം? റൂബിളിലേക്ക് മാറ്റും. ഇനി ഈ ചാനലിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേഡ് നമുക്ക് നടത്താൻ പറ്റില്ല, ബിക്കോസ് ഓഫ് എക്കണോമിക് സാങ്ഷൻ. ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എക്ക് ബിയിൽ നിന്ന് പെട്രോൾ മേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബിക്ക് കൊടുക്കേണ്ട പൈസ എയുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ടുള്ള, അതായത് റഷ്യൻ ബാങ്ക് അക്കൗണ്ട് ആയിട്ടുള്ള SBIന്റെ അണ്ടറിലുള്ള ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കിൽ എന്ത് ചെയ്യും? SBIയുടെ കീഴിലുള്ള റഷ്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഓക്കെ. 100 രൂപ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു തൽക്കാലം വിചാരിക്കുക. 1 ലിറ്റർ പെട്രോൾ മേടിക്കാൻ വേണ്ടി 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഓക്കെ. അപ്പം ഈ ഡെപ്പോസിറ്റ് ഇവിടെ തീർക്കുന്നു. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പൈസ ഇവിടെ ക്രെഡിറ്റ് ആവുമ്പം റഷ്യൻ ബാങ്ക് ആർക്ക് പൈസ കൊടുത്തോളും? ബിക്ക് ഈ 100 രൂപ കൊടുത്തോളും. ദെൻ ദിസ് ട്രാൻസാക്ഷൻ വിൽ ഹാപ്പൻ, ഓക്കെ. പെട്രോൾ എന്ത് ചെയ്യുന്നു? ബിയിൽ നിന്ന് എയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, ഓക്കെ. ഇവിടെ എന്താണ് ഗുണം വരുന്നത്? ഇവിടെ ആക്ച്വലി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ? ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഇന്ത്യൻ ബാങ്കിലുള്ള ഇയാളുടെ പൈസ ഒരിക്കലും എങ്ങോട്ട് പോകുന്നില്ല? റഷ്യയിലേക്ക് പോയിട്ടില്ല. ഇവിടെ റഷ്യൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ എന്തായിട്ടില്ല? ഇവിടെ ആക്ച്വൽ കറൻസി ട്രാൻസാക്ഷൻ രാജ്യം വിട്ട് പൈസ പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരുന്ന സംശയം ഉണ്ടാവും, ഇതിങ്ങനെ പൈസ മൊത്തം ഇവിടെ ഇരുന്നാൽ മതി, ഇത് തൽക്കാലം അങ്ങോട്ട് പോകേണ്ട വരില്ലേ എന്നുള്ളത് അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാം, ഒരു ട്രേഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിങ് നടത്തും. നേരെ മറിച്ച് ഇനി വേറൊരാൾ സി എന്നൊരു പറയുന്ന ഒരാൾ ഇവിടെ ഡി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ട്രേഡ് നടത്താന്ന് വിചാരിക്കുക. ഇവിടെ സി എന്ന് പറയുന്ന ആൾ ഡിയിലേക്ക് എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത് അല്ലേ? എക്സ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഇനി എന്ത് ചെയ്യണം? ഡി ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഡി ഈ പൈസ ഇന്ത്യക്കാരന് കൊടുക്കേണ്ട പൈസയാണ്. പകരം ഡി എന്ത് ചെയ്യും? റഷ്യൻ ബാങ്കിൽ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടുള്ള SBIന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ പൈസ എന്ത് ചെയ്യും? ഇവിടെ സിക്ക് നമ്മുടെ SBI എന്ത് ചെയ്യുന്നു? അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് സിക്ക് പൈസ ട്രാൻസാക്ഷൻ നടത്തുന്നു, ഓക്കെ. പക്ഷെ ഇങ്ങനെ പോയാലും ഒരു പ്രോബ്ലം ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഒരു സമയം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കൂടുതൽ പൈസ ഉണ്ടാവും, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ എന്തുണ്ടാവും? കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, ഓക്കെ. സ്വാഭാവികമായിട്ടും ഇവിടെ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ട്രേഡ് ബാലൻസ് ഇപ്പോൾ വരുന്നത് 66 ബില്യൺ ആണ്. നമ്മുടെ US ഡോളറാണ് നമ്മൾ റഷ്യയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് 66 ബില്യൺ. അതിൽ തന്നെ എന്താണ്? നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? റഷ്യയിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്തായിരിക്കും? ഏത് അക്കൗണ്ടിലായിരിക്കും കൂടുതൽ പൈസ? ഇന്ത്യയിലുള്ള റഷ്യൻ അക്കൗണ്ടിലായിരിക്കും കൂടുതൽ പൈസ. അതായത് ആ പൈസ ആർക്ക് കൊടുക്കാനുള്ളതാണ്? റഷ്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ന്യൂസ് ഹെഡിങ് കാണിച്ചിട്ടുള്ളത്. ഈ പൈസ റഷ്യക്കാർ എന്ത് ചെയ്യും? ലൈറ്റർ ഇവരെന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ഇത് നെറ്റ് ആവുന്ന എമൗണ്ട് ആവുന്ന സമയത്ത് ഇവർക്ക് അത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും സാങ്ഷൻ മാറിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡു ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദിസ് അക്കൗണ്ട്. സോ റീസെന്റ് വൈ ദിസ് ഇസ് ഇൻ ന്യൂസ്? ബിക്കോസ് മെനി ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് ഹാപ്പൻഡ് ഫ്രം ദി റഷ്യയുടെ വോസ്ട്രോ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്? റഷ്യൻ വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഇന്ത്യക്കുള്ള ഗുണം മനസ്സിലായോ? ഇന്ത്യക്ക് ട്രേഡും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റഷ്യയിൽ നിന്ന് നടത്താൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല എന്തും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഡിഫൻസ് എക്യുപ്മെന്റിലും എവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നു? റഷ്യയുടെ ഈ വോസ്ട്രോ അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റും വരുന്നുണ്ട്. അപ്പം ഇവിടെ എന്തുണ്ട്? ഇന്ത്യക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഗുണകരമായി മാറുന്നത്. സോ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവേഴ്സ് അക്കൗണ്ട് വിത്ത് യു. ദാറ്റ് മീൻസ് ഇന്ത്യൻ ബാങ്ക് എന്ത് ചെയ്യുന്നു?
സ്വിറ്റ്സർലാൻഡ്, ഇവിടെ ഒരു എക്സാമ്പിളിന് സ്വിറ്റ്സർലാൻഡ് കാണിച്ചതാണ്. ഇവിടെ റഷ്യ ആവും, ഏത് രാജ്യം, പുറമേയുള്ള ഒരു രാജ്യത്തിന്റെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാങ്ക് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതാണ് നൊസ്ട്രോ. നൊസ്ട്രോ എന്ന് പറയുമ്പോൾ എന്താണ്, അവേഴ്സ്. ഓക്കെ, നൊസ്ട്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നൊസ്റ്റു എന്നൊക്കെ ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറയാറുണ്ട്. നൊസ്റ്റു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അല്ലേ, നമ്മുടെ പാസ്റ്റ്. അതേപോലെ തന്നെ നൊസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പൈസയാണ്. നമ്മുടെ പൈസ വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലാണുള്ളത്, അതാണ് നൊസ്ട്രോ. അതേപോലെ തന്നെ വോസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവേഴ്സ് അക്കൗണ്ട് വിത്ത് അസ്, യുവർ മണി വിത്ത് ഇൻ അവർ ബാങ്ക്. ദാറ്റ് മീൻസ് സ്വിറ്റ്സർലാൻഡിലെ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ബാങ്കിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോസ്ട്രോ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, നൊസ്ട്രോ എന്താണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആണ്. സോ നൊസ്ട്രോ മീൻസ് മൈ മണി അല്ലെങ്കിൽ അവർ മണി വിത്ത് അതേഴ്സ് ബാങ്ക്. എൻ്റെ പൈസ റഷ്യയുടെ ബാങ്ക് അക്കൗണ്ടിലാണുള്ളത്. ഇനി ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റെലവൻസ് എന്താണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. എന്താണ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. പക്ഷേ റുപ്പിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ ഇറാൻ പോലെയുള്ള കൺട്രികളും സൗദി അറേബ്യ പോലെയുള്ള ചെറിയ ചെറിയ കൺട്രികളായിട്ട് മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, റുപ്പിയിൽ നമ്മൾ ട്രേഡ് നടത്തുന്നുള്ളൂ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1.6% ഓഫ് ദ ഗ്ലോബൽ ട്രേഡ് മാത്രമേ റുപ്പിയിൽ നടക്കുന്നുള്ളൂ. ഇതൊരു 4%ന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് കറൻസി ക്യാൻ ബി കൺസിഡർ ആസ് ആൻ ഇന്റർനാഷണൽ കറൻസി. ഓക്കെ, സോ ഇങ്ങനെ റുപ്പിയിൽ കൂടുതൽ ട്രേഡ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. അത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഇൻ എക്കണോമിക്കൽ പവറിൽ എന്ത് ചെയ്യും, വളരെയധികം മുന്നോട്ട് നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പലപ്പോഴും ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും, US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു. അതായത് എന്തെങ്കിലും രീതിയിലുള്ള US എക്കണോമിയിൽ ഇമ്പാക്ട് ചെയ്യുമ്പോൾ അത് ഡയറക്ട്ലി ഇന്ത്യൻ റുപ്പിയെയും ഇമ്പാക്ട് ചെയ്യും. ബട്ട് വൺസ് ഇന്ത്യൻ കറൻസി ബിക്കം ഇന്റർനാഷണൽ കറൻസി, ഇതെന്ത് ചെയ്യും, ഈ ഇമ്പാക്റ്റ് വളരെ രീതിയിൽ കുറയ്ക്കാനും ഒരു സ്റ്റേബിൾ കറൻസിയിലേക്ക് നമുക്ക് മാറാനും ഈ ഒരു പ്രക്രിയ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ദിസ് വിൽ ഓൾസോ പ്രൊമോട്ട് FDI ആൻഡ് FPI ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ വോസ്ട്രോ അക്കൗണ്ടിലുള്ള പൈസ റഷ്യക്കാർ കംപ്ലീറ്റ് അങ്ങോട്ട് കൊണ്ടുപോകല്ല ചെയ്തത്. ആ വോസ്ട്രോ അക്കൗണ്ടിൽ, അതായത് റഷ്യക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയിൽ അവരെന്ത് ചെയ്തു, നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഇവിടെയുള്ള ഡിഫൻസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവർ ചെയ്തു. അപ്പൊ ഇൻ എ വേ ദാറ്റ് ദിസ് ഈസ് ഓൾസോ പ്രൊമോട്ടിംഗ് FDI ആൻഡ് FPI. FDI ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ FDI ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താ, ദാറ്റ് വിൽ ക്രിയേറ്റ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യൻ എക്കണോമി. സോ അതും എന്താണ്, എക്കണോമിക്ക് വളരെ നല്ലതാണ്. ഇനി ഇതുപോലെയുള്ള സാങ്ഷൻസ് യൂറോപ്യൻ യൂണിയൻ അതല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള കൺട്രീസ് കാറ്റ്സ എന്ന് പറയും. കാറ്റ്സ എന്ന് പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഒരു സാങ്ഷനാണ്. ഇതുപോലെയുള്ള സാങ്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജിക്കൽ ഓട്ടോണമി എന്ന് പറയും ഇന്റർനാഷണൽ റിലേഷനിൽ. സോ ഇന്ത്യ ക്യാൻ എൻഷുർ ദാറ്റ് ഇറ്റ് സ്ട്രാറ്റജിക്കൽ ഓട്ടോണമി ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഈവൻ സാങ്ഷൻ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇന്റർനാഷണലി അതെന്താണ്, വലിയൊരു കാര്യമാണ്. ഇന്ത്യ ബിക്കം മോർ പവർഫുൾ ഇന്റർനാഷണലി ബൈ യൂസിങ് സച്ച് കൈൻഡ് ഓഫ് മെക്കാനിസം. ഇന്ത്യ ക്യാൻ കീപ്പ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യാം, ബൈലാറ്ററൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഏർലിയർ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറയുന്നത് $56 ബില്യൺ ആയിരുന്നു. സോ റീസെന്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിലെ ട്രേഡ് എന്ന് പറയുന്നത് $66 ബില്യൺ ആണ്. And as our external affairs minister S. Jayashankar itself said that our target with India-Russia relationship എന്ന് പറയുന്നത് ട്രേഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് $100 ബില്യൺ by 2030 ആവുമ്പോഴേക്കും അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. That means we are looking for more engagement with Russia. Okay, so whatever it is, our idea is to explain what is Nostro and Vostro. I hope you are understood what is Nostro and Vostro. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.